ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കൈച്ചേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കൈച്ച നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടൊരു കൈച്ചേൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഈ 3 കൈച്ചേൻ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയൊരു കൈച്ചേൻ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു പർപ്പിൾ കളർ, അതായത് ഒരു വയലറ്റ് പോലൊരുമാതിരി കളറുള്ള ഒരു മുത്തുണ്ട്. പിന്നെ പിന്നുള്ളത് ഒരു ബ്ലാക്ക് ആട്ടോ, ബ്ലാക്ക് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റ് പലതരം ഉണ്ട്, സൈസ് കുറച്ച് വലുത് ചെറുത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. കാണിച്ചുതരാം. പിന്നെ ചെറിയ മുത്തായിട്ടുള്ളതാണ് ഇത് കേട്ടോ. വൈറ്റിൽ തന്നെ 3 ഇതുണ്ട് കേട്ടോ. പിന്നെ ഒരു യെല്ലോ കളർ മുത്തും കൂടെ ഉണ്ട്. ഇതൊക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും കേട്ടോ. ഇതാ ഈ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് വലിയ മുത്താണ്. ഇതൊരു ബ്ലൂ കളർ ആണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ഷേപ്പിലുള്ളൊരു മുത്താണ്. നമ്മളെ വീട്ടിൽ നമ്മളെ മാലമുത്തൊക്കെ പൊട്ടിയാൽ പഴയ മുത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ചെയ്തെടുക്കുന്നതൊക്കെ. ഇതൊക്കെ പഴയ മുത്താണ്. ഇതൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, വെറൈറ്റി കളറാണ് കേട്ടോ. പിന്നെ ഇതിൽ പലതരം മുത്തുകളുണ്ട് കേട്ടോ. ഓരോ നമുക്ക് ആവശ്യം വരുന്ന അത്ര മുത്തുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല വലിയണ ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് നൂലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കൈച്ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു നൂലാണ്. പിന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുത്തുകളും ചേർത്ത് കൊടുക്കുക. വെറൈറ്റി മുത്തുകളും അതുപോലെ തന്നെ ഒരുപാട് മുത്തുകൾ നിങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മുത്താണ് ചേർക്കുന്നത് കേട്ടോ. ഒരു യെല്ലോ കളറുള്ളൊരു മുത്താണ് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചേർക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മുത്തും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുത്താണ് പിന്നീട് ഞാൻ ചേർക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മളിതാ ഈ ഒരു മുത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് കേട്ടോ, ഇത് കോർക്കുക. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 3 മുത്താണ് ഇപ്പോൾ കോർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു മുത്ത് വീണ്ടും കോർത്ത് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മുത്ത് ചേർത്ത് കൊടുത്താൽ കേട്ടോ. അങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ കൈച്ചേന് നിങ്ങളെ ഇഷ്ടമാണ് ചേർക്കേണ്ടത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്ര. അപ്പോൾ ഈ ഒരു റൗണ്ട് ചെയ്ത പോലെ തന്നെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെയും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഒരുപാട്. ഇനി വെള്ളമുത്തും ഈ ബ്ലാക്ക് മുത്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശമൊക്കെ ഫിനിഷ് ആയിട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ വലിയണൊക്കെ സൈസാണ് കേട്ടോ. നല്ല അടിപൊളി ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.